അറബിക്കഥ എന്ന സിനിമയിൽ ശ്രീനിവാസിന്റെ ഒരു ശ്രദ്ധേയമായൊരു ഡയലോഗുണ്ട്. അതിങ്ങനെയാണ്: കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ അധികം പണമൊന്നും കയ്യിൽ സൂക്ഷിക്കുകയില്ല, മിച്ചം വരുന്നത് അത് ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കും എന്നൊരു ഡയലോഗുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ കൃത്യമാണോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. എന്നാൽ ഇതേ ആശയം വരുന്ന വാക്കുകളാണ് അദ്ദേഹം ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസം ഒരു പരാജയത്തിലാണ് എന്നൊരു ചിന്ത എനിക്കില്ല. കാരണം ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് നാടിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി, സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ ഒക്കെ അവർ അധ്വാനിച്ചിട്ടുള്ള കൂട്ടത്തിൽ അതിനുശേഷം വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, സാമൂഹ്യ തുലനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു നവോത്ഥാന പ്രസ്ഥാനമായിട്ടൊക്കെ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്, കമ്മ്യൂണിസം നിലനിൽക്കുന്നു, കേരളത്തിലെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗം അതിൽ വിശ്വസിക്കുന്നവരുമാണ്. ആ പ്രത്യയശാസ്ത്രം ഈ നൂറ്റാണ്ടിൽ തെറ്റെങ്കിലും, എന്നാൽ പിണറായി വിസത്തോട് കേരളത്തിലെ ജനങ്ങൾ മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഈ നിലമ്പൂർ ഇലക്ഷനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രൈസ്തവ ചിന്ത ഈ കഴിഞ്ഞ ജൂൺ 15 വളരെ കൃത്യമായിട്ട് എഴുതി, ഷൗക്കത്ത് ജയിക്കും, യാതൊരു കാരണവശാലും അവിടെ ഇടതുപക്ഷം ജയിക്കാൻ പോകുന്നില്ല എന്ന് നല്ല ഒരു ലേഖനം ഞങ്ങൾ ക്രൈസ്തവ ചിന്തയിൽ എഴുതുകയുണ്ടായി. അത് അച്ചൊട്ട് അതേപടി ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യധാര പത്രങ്ങളോ ടെലിവിഷൻ ചാനലുകളോ ഒന്നും തന്നെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും ഒരു വാക്കുപോലും അവർ പറയാതെ ഞാണിന്മേൽ കളി കളിച്ചു നിൽക്കുകയായിരുന്നു. കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയുള്ള അവസ്ഥയായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം. ആ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളിലെ വിശകലനം ചെയ്തുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായ ഒരു ലേഖനം ക്രൈസ്തവേന്ത്യയിൽ ജൂൺ മാസം 15 പ്രസിദ്ധീകരിച്ചു. അതിൽ ഞങ്ങൾ പറഞ്ഞു, ഷൗക്കത്തിന്റെ വിജയം 100% ഉറപ്പാണ് എന്ന്. അതുപോലെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രവചനത്തിൽ ആ പ്രവചനം, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവചനം വിജയിച്ചു എന്നതിൽ അതിയായ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസത്തിന്റെ പരാജയമായിട്ട് ഞാൻ ഇതിനെയൊന്നും കാണുന്നില്ല. അതൊരു നല്ല പ്രത്യയശാസ്ത്രമായി കേരളത്തിലെ ഒരു ഭാഗം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാനും അതിൻ്റെ കുറെ നാൾ നടന്നതാണ്. അതുകൊണ്ട് അത് ഒരു തോൽവിയാണ് എന്ന് പറയുന്നില്ല. ആഗോളതലത്തിൽ കമ്മ്യൂണിസം തോൽവിയാണെങ്കിലും കേരളത്തിലെ പ്രത്യേക പരിസ്ഥിതി അനുസരിച്ച് കമ്മ്യൂണിസത്തിന് ഇപ്പോഴും അല്പം പ്രസക്തി ഉണ്ട്. അതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതോടെ നിൽക്കട്ടെ. ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് പിണറായിയുടെ ഭരണ സംവിധാനത്തിന്റെ ആ പിടിപ്പുകേട് തന്നെയാണ്. വികസനം എന്ന് പറയുന്നത് നാടിന്റെ പുരോഗതിക്ക് ഉതകുന്നതാകണം, നാട്ടിലെ ആളുകൾക്ക് ജോലി കിട്ടുന്നതാകണം, ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകണം, നമ്മുടെ നാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകണം, വിദ്യാഭ്യാസം ഉണ്ടാകണം, തൊഴിൽ മേഖല വലുതാകണം, വിപുലപ്പെടണം. അങ്ങനെ തുടങ്ങിയുള്ള ഇതിന്റെയൊക്കെ വളർച്ചയാണ് നമ്മൾ വികസനം എന്ന് പറയുന്നത്. ഇവിടെ LDFന്റെ കാലത്ത് എടുത്തു പറയത്തക്ക യാതൊരു വികസന പ്രവർത്തനം നടന്നതായി എൻ്റെ അറിവിൽ ഇല്ല. ഞാൻ നിരവധി പത്രങ്ങൾ വായിക്കുകയും ടെലിവിഷൻ ചാനലുകൾ വീക്ഷിക്കുകയും സോഷ്യൽ മീഡിയ അതിനേക്കാൾ ഭംഗിയായിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഇതെല്ലാം വായിക്കുകയും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ UDFന്റെ കാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഇവർ പൂർത്തീകരിച്ചു എന്നല്ലാതെ ഇവരുടേതായ സ്വന്തമായ ഒരു മെഗാ പ്രോജക്റ്റ് ഏതെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. വിഴിഞ്ഞം പദ്ധതി ആയാലും ശരി, മെട്രോ ആയാലും ശരി, കൊച്ചിൻ എയർപോർട്ട് ആയാലും ശരി, തുടങ്ങിയ എല്ലാ വൻകിട പദ്ധതികളും UDFന്റെ കാലത്ത് കൊണ്ടുവന്നു. അത് LDF അതിനെ പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നാഷണൽ ഹൈവേ 666 പണിത് വന്നപ്പോൾ മരുമകൻ പറഞ്ഞത്, ഞങ്ങൾ ഇതിലൂടെ നടന്ന് സഞ്ചരിച്ച് ഇതിന്റെ പണിയുടെ പുരോഗതി ഞങ്ങൾ വിലയിരുത്തും, പണി ശരിയാണോ എന്ന് ഞങ്ങൾ നോക്കും എന്നൊക്കെ പറഞ്ഞ് വാച പിടിച്ചിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഉണ്ടയിട്ട് കളയുകയാണ് ചെയ്തത്. അവസാനം അത് BJPയുടെ റോഡാക്കി മാറ്റി. അതിനു മുമ്പ് അത് LDFന്റെ റോഡായിരുന്നു.
സ്ഥലം എടുത്തു കൊടുത്തു എന്നാണ് അവകാശപ്പെട്ടത്. സ്ഥലം എടുത്തു കൊടുക്കുന്നതിൽ എന്താ ഇത്ര അതിശയിക്കുന്നത്? ഒരു മെഗാ പ്രോജക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്യുമ്പം അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്റ്റേറ്റിന്റെ കടമയാണ്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വലിയ ആനുകൂല്യ കാര്യമൊന്നും അതിനകത്ത് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ റോഡ് നിർമ്മാണം 1,600 കിലോമീറ്റർ നീളത്തിൽ നിർമ്മാണം ചെയ്യുവാനായിട്ട് നിതിൻ ഗഡ്കരി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കേരളത്തോട് അനുഭാവം പ്രകടിപ്പിച്ചതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി വസ്തു എടുത്തു കൊടുത്താൽ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതൊരു നമ്മുടെ ഒരു അധിക സംഭാവനയായിട്ടൊന്നും അതിനകത്ത് കാണേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ ഭരണ തലത്തിലെ വൈകല്യങ്ങൾ, അശാസ്ത്രീയമായ രീതികളൊക്കെ തന്നെയാണ് ഈ പിണറായി സഭയുടെ പരാജയപ്പെടുവാൻ്റെ കാരണം. അദ്ദേഹത്തിന് അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ. കേരളത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. ബ്യൂറോക്രാറ്റുകളെ നിലത്ത് നിർത്തും, കുത്തക മുതലാളിമാരെ നിലയ്ക്ക് നിർത്തും, തൊഴിലവസരങ്ങൾ കൊണ്ടുവരും, നാടിന്റെ വികസനം വൻ രീതിയിലുണ്ട് കുതിപ്പുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. ഒരു മണ്ണാങ്കട്ടയും നടന്നില്ല, ഒരു ചുക്കും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മുൻ ഗവൺമെന്റുകൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അതൊരു ഗവൺമെന്റിന്റെ കടമയാണ്. അതില്ലാതെ കളയാൻ പറ്റത്തില്ലല്ലോ. അവരത് പൂർത്തീകരിച്ചു എന്നല്ലാതെ അവർ സ്വന്തമായി ഞങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനം എന്ന് പറയാൻ ഒന്നുമില്ല. ഇപ്പോൾ ഉള്ളായിരിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. മേപ്പാടി ഭാഗത്തേക്കുള്ളൊരു തുരങ്കം താമരശ്ശേരിയുടെ അങ്ങേ ഭാഗത്ത് നിന്ന് പോകുന്നുവെന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമാണ്. അതല്ലാതെ ഒരു വലിയ വികസന പ്രവർത്തനം എൻ്റെ മുമ്പിൽ ഇതുവരെ അദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം വികസനത്തിന്റെ അഭാവം, അതുപോലെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പ്, പണാപഹരണം അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പണത്തിന് വേണ്ടിയുള്ള ഒരു വ്യഗ്രതയാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണുവാനായിട്ട് കഴിയുന്നത്. പണം 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 പണം. ബൈബിളിൽ വാക്യമുണ്ട്, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെയ്പ്പിൻ. അത് തന്നെയാണ് അതിന്റെ മറ്റൊരു വേർഷനിലാണ് അറബിക് കഥയിൽ ശ്രീനിവാസൻ പറയുന്നത്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അധികം പണം കയ്യിൽ സൂക്ഷിക്കാൻ പാടില്ല, അത് ഉണ്ട് എങ്കിൽ ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന്. ഇവിടെ എല്ലാം വാരിക്കൂട്ടുന്ന ഒരു പ്രവണതയാണ് ഇവിടെ പിണറായിയിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം നല്ല മുഖ്യമന്ത്രിയാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. എൻ്റെ പേഴ്സണൽ വിലയിരുത്തലാണ് അതൊരു നല്ല മുഖ്യമന്ത്രി അല്ല, പരാജയപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കിട്ടുമ്പോൾ അവരെല്ലാം സ്വേച്ഛാധിപതികളാകുന്ന ഒരു പ്രവണത ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഉണ്ട്. കംബോഡിയയിൽ നമ്മൾ കണ്ടു, ഉത്തര കൊറിയയിൽ നമ്മൾ കണ്ടു, ചൈനയിൽ അതാണ് നടക്കുന്നത്, പോളണ്ടിൽ നമ്മൾ കണ്ടു. എല്ലാ രാജ്യങ്ങളിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവർ ഏകാധിപതികളായി മാറുന്നു. കൂടെ നിൽക്കുന്നവരെ കൊല്ലും, അല്ലെങ്കിൽ ചവിട്ടി താഴ്ക്കും. കൂടെ നിൽക്കുന്നവരെ കൊന്നിട്ട് ഭരണം നിലനിർത്തിയ ആളാണ് സ്റ്റാലിൻ. കേരളത്തിൽ AK ബാലനെയും ശ്രീമതി ടീച്ചറിനെയും തോമസ് ഐസക്കിനെയും അതുപോലെ ജി സുധാകരനെയും ഒക്കെ തള്ളിമറിച്ചിട്ട് ചവിട്ടി മതിച്ചിട്ടിട്ട് അറിയപ്പെടാത്ത കുറെ ആളുകളെ മന്ത്രിയുമായി ഈ മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പലർക്കും അറിഞ്ഞുകൂടെ ഇപ്പോഴത്തെ മന്ത്രിമാരാണ് ആരാണെന്ന്. ഞാൻ പറഞ്ഞത് സ്വന്തം കാര്യത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി, ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടി, എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി, എല്ലാം കയ്യിലൊതുക്കാൻ വേണ്ടി ഉള്ള ഒരു ഭരണമായി പിണറായി തന്റെ ഭരണത്തെ മാറ്റി എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാരണം. നിലമ്പൂരിലെ UDFന്റെ വിജയത്തിന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ LDFത്തിന്റെ പരാജയ കാരണം അൻവറിസം അല്ല. അൻവറിസം അവിടെ ഒരു പ്രാദേശിക തലത്തിൽ ഒരു ചെറിയ ഫാക്ടർ ആണെങ്കിൽ പോലും കേരളത്തിലെ മൊത്തത്തിലുള്ള പിണറായി സർക്കാരിന്റെ ഭരണ പരാജയമാണ് നിലമ്പൂരിൽ പ്രതിഫലിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ കാലാകാലങ്ങളിലായി പെന്തക്കോസ്ത് സമൂഹങ്ങൾ കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടായിട്ട് ഇടതുപക്ഷത്തോട് അടുത്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ അവരും അകന്നു ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരം ഇവിടെ നിലമ്പൂരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് ഇനിയൊരു കാലത്ത്, ഇനിയുള്ള കാലങ്ങളിൽ പിണറായിയാണ് ഈ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ CPM ഇവിടെ അധപ്പതിച്ചു പോകും എന്നുള്ളൊരു സംശയമില്ല. ബംഗാളിലില്ല, ത്രിപുരയിലില്ല, കേരളത്തിൽ നിൽക്കുന്നെങ്കിൽ നിന്നോട്ടെ ആ പ്രസ്ഥാനം. പക്ഷേ പിണറായി എന്ന് പറയുന്ന ആ മഹാന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇനി തുടർന്നാൽ കേരളം യാതൊരു കാരണവശാലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുകയില്ല എന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾ വളരെ കൃത്യമായി ക്രൈസ്തവ പ്രവചിച്ചു. ജൂൺ മാസം 15-ാം തീയതി കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ വിപുലമായ ഒരു ലേഖനം ക്രൈസ്തവത്തിൽ എഴുതി. യാതൊരു കാരണവശാലും അവിടെ LDF ജയിക്കാൻ പോകുന്നില്ല, അത് ആര്യാടൻ ഷൗക്കത്തെ ജയിക്കൂ, നല്ല ഭൂരിപക്ഷം ജയിക്കും എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. ആ ലേഖനം വീണ്ടും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞങ്ങളുടെ ഇവിടെ വീഡിയോയായിട്ട് അടിയിൽ കൊടുക്കുകയാണ്. അത് ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ രാഷ്ട്രീയ വിശകലനം 100% ശരിയായിരുന്നുവെന്നാണ് നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സാക്ഷീകരിക്കുന്നത്. അതുകൊണ്ട് 2015 ഈ കഴിഞ്ഞ ജൂൺ 15-ന് ഞങ്ങൾ
എഴുതിയ ക്രൈസ്തവ ജനതയിലെ ലേഖനം ആര്യാടൻ ഷൗക്കത്ത് നിശ്ചയമായും ജയിച്ചിരിക്കും 100% ഉറപ്പ് എന്ന പേരിൽ എഴുതിയ ഞങ്ങളുടെ ലേഖനം ഓഡിയോയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. നിഷ്പക്ഷ വോട്ടുകളോ കക്ഷി രാഷ്ട്രീയത്തിന് വെളിയിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകളോ ആണ് യഥാർത്ഥത്തിൽ ആര് ജയിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഇത് വിലയിരുത്തി പരിശോധിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള ഏകദേശം 13,000 പെന്തക്കോസ്ത് വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യുമെന്നത് നിർണായക ഘടകമാണ്. പരമ്പരാഗതമായി പെന്തക്കോസ്തുകാർ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ് അനുഭാവികളാണ്. എന്നാൽ സംഘപരിവാർ ബന്ധമുള്ള ചിലർ വിശ്വാസികളെ ആക്രമിക്കുമ്പോഴെല്ലാം അവരെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ഇടതുപക്ഷവും അവരുടെ യുവജന സംഘടനകളും ആണെന്നുള്ളത് വസ്തുതയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് വേണ്ടത്ര മനോധൈര്യമോ ചങ്കുറപ്പോ കാട്ടാറില്ല. അതുകൊണ്ട് തന്നെ CPM-ഉം ഇടതുപക്ഷവും പെന്തക്കോസ്ത് സമൂഹത്തിന്റെ സംരക്ഷകർ എന്ന ഒരു ധ്വനി പരന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു നന്ദിയുടെ പ്രതിഫലനമാണ്. ഒരാപത്തുണ്ടായപ്പോൾ സഹായിച്ചവരെ തിരിച്ച് ഒന്ന് സഹായിക്കുക എന്നുള്ള മനുഷ്യത്വപരമായ രീതി മാത്രം. എന്നാൽ ശരിക്കും ഇടതുപക്ഷം ഇത് മുതലെടുത്തിട്ടേയുള്ളൂ എന്നതാണ് സത്യം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. RSSകാർ സഭയ്ക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, രക്ഷകരായി CPM ഓടിയെത്തുന്നു, പ്രത്യുപകാരമായി സഭാംഗങ്ങൾ ഇവരോട് അടുക്കുന്നു. പുറത്തുനിന്ന് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ ഒന്നിനെയും തള്ളിനെയും തള്ളിമാറ്റാൻ വരുന്നതല്ലാതെ മറ്റു മേഖലകളിൽ ഈ സമൂഹത്തെ കൈപിടിച്ചുയർത്താനോ എന്തെങ്കിലും പദവികൾ നൽകി ആദരിക്കാനോ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനോ ഇടതുപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പെന്തക്കോസ്ത് പ്രേമം വെറും തട്ടിപ്പാണെന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിലവിലെ സർക്കാർ വന്നിട്ട് 9 വർഷമായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അടൂരിലെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനത്തിന് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അർഹമായതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നാണ്. അത് വെറും വാക്കായി മാത്രം ഇന്നും അവശേഷിക്കുന്നു. എന്തെങ്കിലും നല്ലൊരു പദവിക്ക് പെന്തക്കോസ്തുകാർ യോഗ്യരല്ല എന്ന് മുഖ്യമന്ത്രിയും കൂട്ടരും കരുതുന്നുണ്ടോ? അടിപിടിയും തെമ്മാടിത്തരവും ഇല്ലാതെ സമൂഹത്തിൽ ശാന്തമായി ജീവിക്കുന്ന ഈ വിശ്വാസികൾക്ക് നല്ല ജീവിതം ഡിസ്ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഞങ്ങൾ സുല്ലിടുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് യോഗ്യരായ നിരവധി ആൾക്കാർ. പക്ഷേ നാളിതുവരെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ അവഗണനയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കാൻ പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതാകട്ടെ ഇടതുപക്ഷത്തിനും CPM-നും വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പുകളിലെ ഓരോ വോട്ടും വിലമതിക്കാനാവാത്തതും വിധി നിർണയത്തിന് ഉതകുന്നതുമാണ്. 13,000-ഓളം വരുന്ന പെന്തക്കോസ്ത് വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ പ്രതിഫലിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതുമാത്രമല്ല, അഴിമതിയും സ്വജനപക്ഷപാതവും വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റലുമായി ഇടതു സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു. എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റുകളൊന്നും ഇവർ നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞ UDF സർക്കാർ തുടങ്ങിവെച്ച വികസന പദ്ധതികളിൽ തൂങ്ങി നിൽക്കുന്നു ഇവർ ഇപ്പോഴും. പൊതുവെ കമ്മ്യൂണിസത്തോട് എതിർപ്പില്ലെങ്കിലും പിണറായിസത്തോട് ജനങ്ങൾക്ക് പുച്ഛമാണ്. മറ്റൊന്ന്, മുഖ്യമന്ത്രി നിലകൊള്ളുന്നത് മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. CPM എന്ന പാർട്ടിയെ പിണറായി വിജയൻ കൈപ്പിടിയിൽ ഒതുക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സെക്രട്ടറിയുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ചിലരും ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ളവരാണ്. എന്നിട്ടും ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് പിണറായി വിജയൻ എന്ന ഒറ്റയാനാണ്. ഈ ഏകാധിപത്യ പ്രവണത ജനങ്ങൾ വെറുത്തു തുടങ്ങി എന്നതും തിരിച്ചടിക്ക് കാരണമാകും. പ്രാദേശിക പ്രശ്നങ്ങളൊന്നും തന്നെ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്താകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. പെന്തക്കോസ്ത് സമൂഹത്തിന്റെ വോട്ടുകൾ കൂടിയാകുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം 100% ഉറപ്പായ കാര്യമാണ്.